സർക്കാരിനെതിരെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ജനകീയ സമിതി സമരത്തിലേക്ക്. ദുരന്തമുണ്ടായി 7 മാസമായിട്ടും ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാൻ വൈകുന്നു എന്നാണ് ഇവരുടെ പരാതി. ജനകീയ സമിതിയും പഞ്ചായത്തും ചേർന്ന് സർക്കാരിന് ലിസ്റ്റ് സമർപ്പിച്ചതാണ് എന്ന് ചെയർമാൻ മനോജ് ജെ പറഞ്ഞു. ഇത് പരിശോധിച്ച ശേഷം അംഗീകരിച്ചാൽ മാത്രം മതിയാകുമെന്നാണ് വ്യക്തമാക്കിയത്. ദുരന്തം നടന്ന 7 മാസത്തോളമായി. പൂർണ്ണമായുള്ള ഗുണഭോക്താക്കളുടെ പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറെ പേർക്ക് ആശങ്കയുണ്ട്. തങ്ങൾക്ക് വീടുകൾ ലഭിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. തുടക്കത്തിൽ ഏകദിന ഉപവാസമാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള സമരപരിപാടികൾ വേണ്ടിവന്നാൽ ആസൂത്രണം ചെയ്യുമെന്നും മനോജ് വ്യക്തമാക്കി. വീട് ലഭിക്കുന്ന കാര്യത്തിൽ പലർക്കും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യം സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇരു എസ്റ്റേറ്റുകളും ഒന്നിച്ചേറ്റെടുത്ത പുനരധിവാസം വേഗത്തിലാക്കണം. 2 ഘട്ടമായി ഏറ്റെടുക്കുന്നത് അനുവദിക്കാനാകില്ല. ആദ്യഘട്ട സമരമെന്ന നിലയിൽ കലക്ട്രേറ്റിന് മുന്നിൽ തിങ്കളാഴ്ച ദുരന്തബാധിതരുടെ ഉപവാസം നടത്തും. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ ചുരൽമല മേഖലയുടെ പുനർനിർമ്മാണത്തിനായി 529.5 കോടിയാണ് കേന്ദ്രം വായ്പയായി നൽകിയത്. ഈ സാമ്പത്തിക വർഷം തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെയാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്.